ട്രിപ്പിൾ റിഡ്ജ് എന്ന് പറഞ്ഞ പുതിയൊരു പടം വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. നല്ല കിടിലൻ പടം, നല്ലൊരു ഹൈ ഒക്ടൈൻ ത്രില്ലറാണ്. ത്രില്ലർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല, ഒരു മീഡിയം പേസിലാണ് ഈ സാധനം പോകുന്നത്. ആൻഡ് തുടക്കം മുതൽ അവസാനം വരെ അതേ ഒരു പേസിലും അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് സിനിമ. പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, അതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് അടിപൊളിയാണ്. ഇപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെ തന്നെ ഇങ്ങനെ ആ ഒരു ഇൻറ്റൻസ് ഫീൽ നമുക്ക് എപ്പോഴും ഉണ്ട്. സിനിമ മൊത്തത്തിൽ ചിലപ്പോൾ ഇതിന് ക്രെഡിറ്റ്സ് എത്തി കഴിയുമ്പോഴായിരിക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുഴുവനായിട്ട് നമുക്ക് റിവീൽ ചെയ്യുക. സോ അതുവരെ ഇങ്ങനെ ആ ഒരു ഹാർട്ട് ബീറ്റ് മൊമെൻറ്റ് തരുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു ബീറ്റ് നമുക്ക് ഇങ്ങനെ നിൽക്കും. സോ മൊത്തത്തിൽ നമ്മളിങ്ങനെ പിടിച്ചിരുന്ന് കാണുന്ന രീതിയിലുള്ള, അടുത്ത് എന്താവും അറിയാതെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ കാണുന്ന രീതിയിലുള്ളൊരു പടം. അതിൻ്റെ ഇതിൻ്റെ പ്ലോട്ടിനെ പറ്റി ഞാൻ തീരെ ഒന്നും പറയുന്നില്ല. സിനിമ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് മാത്രം പറയാം. ഒരു സാധാരണ ഒരാൾ ഹെഡ്സെറ്റ് വെച്ച് സൈക്കിൾ ഓട്ടി പോവുകയാണ്. സോ ആൾ ഹെഡ്സെറ്റ് വെച്ചത് കൊണ്ട് ബാക്കിൽ പോലീസ് വന്ന് ഹോൺ അടിച്ചത് അറിഞ്ഞില്ല. സോ കുറേ നേരമായിട്ട് ഈ പോലീസുകാർ ഹോൺ അടിച്ച് കേൾക്കാത്തത് കൊണ്ട് ആളെ അവർ ഇടിച്ചിടുകയാണ്, സൈക്കിളിൽ പോകുന്ന ഒരാളെ. പിന്നീട് എന്ത് നടന്നു എന്നുള്ളതാണ് ഈ സിനിമ. സോ നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട് പോവുക. സിമ്പിളായിട്ടുള്ളൊരു സാധനം, ജസ്റ്റ് ഒരാൾ വെറുതെ ഒരു പോലീസുകാർ തട്ടിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എന്തായി എന്ന് പറഞ്ഞു ഈ സിനിമ ഇങ്ങനെ പോക്കുണ്ടല്ലോ. ഇത് മൊത്തത്തിലുള്ളൊരു ടോൺ എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എവിടെ പോയി അവസാനിക്കും എന്നുള്ള ആ ഒരു സെറ്റപ്പ് അടിപൊളിയാണ്. ഇതിലിപ്പോൾ ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല, ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ട്, വളരെ ചുരുക്കമാണ്. പക്ഷേ അതിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് അടിപൊളിയാണ്. എവിടെ എപ്പോൾ എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള, ഇപ്പോൾ ഒരു ഇൻജസ്റ്റിസ് നടന്നു, അതിൻ്റെ ഒരു റിവഞ്ച്, ഒരു പേ ഓഫ് കൊടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിലേക്കുള്ള ഒരു സെറ്റപ്പ് ഈസ് ഗ്രേറ്റ്. എവിടെയും സിനിമ ലാഗ് അടിക്കുക ബോറടിക്കുകയൊന്നും ചെയ്യില്ല, പ്രോപ്പറായിട്ടൊരു പേസിങ്ങിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഒരു ഐ തിങ്ക് ഒരു 40-50 മിനിറ്റൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. കാരണം എന്താണ് അവിടെ നടക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല, ഇതെങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. ഈ രീതിക്ക് പാറ്റേൺ വെച്ചതുകൊണ്ട് ഇങ്ങനത്തെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെ പ്രിഡിക്റ്റ് ചെയ്യാൻ വിടില്ല. നമ്മൾ ആ ഒരു പ്രോപ്പർ ആൽഗോരിതം ഉണ്ടല്ലോ, നമ്മൾ കണ്ട് ശീലിച്ച ഭയങ്കര ക്ലീഷേഡ് ആയിട്ടുള്ള പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സിനിമകൾ നമ്മൾ പറയുന്നത്, സ്റ്റോറി ലൈനിൽ പുതുമ കൊണ്ടുവന്ന് അതിൻ്റേതായ മിസ്റ്ററി വെച്ച് അത് ആരാണ് അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് അറിയാതെ നമ്മളിപ്പോൾ ആദ്യത്തെ റാംബോ ഒക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഈ സിനിമയിൽ കിട്ടിയത്. സോ അമിത പ്രതീക്ഷകളൊന്നും വെക്കരുത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ പാക്ഡ് സാധനമല്ല, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് തരുന്ന നല്ല എൻഗേജിങ് ആയിട്ടുള്ള മൂവിയാണ്. ആൻഡ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സൊന്നും അല്ല, സ്റ്റിൽ അവർ ഭയങ്കര നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുമായിട്ട്. ദെൻ ഒരുപാട് സിനിമാറ്റിക് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര നാച്ചുറൽ ആൻഡ് ഭയങ്കര റിയൽ ആയിട്ടാണ് ഈ സാധനം എടുത്തിട്ടുള്ളത്. ഒരു സാധാരണ സ്ഥലത്ത് നമ്മളത് കണ്ടാൽ അങ്ങനെ ഉണ്ടാകുന്നു. പക്ഷേ ഈ ഒരു സ്റ്റോറി ലൈനിലെ ഇൻറ്റൻസിറ്റിയാണ് ഈ സിനിമയെ നമ്മൾ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അറൗണ്ട് ഒരു 2 മണിക്കൂറിന് മുകളിലുണ്ട്, ഒരു 2-2.5 മണിക്കൂറിനെന്തോ ഉണ്ട്. പക്ഷേ എവിടെ ഈ സമയം പോയി അറിയും കൂടിയില്ല. ആ രീതിക്ക് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പിടിച്ചിരുത്തുന്ന ഒരു കിടിലൻ പടം തീർച്ചയായിട്ടും കണ്ടുവെക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഓൾറെഡി ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.